പള്ളിയിൽ നിന്ന് ഇറങ്ങി സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച് നൈനിതാൾ. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ലേക്ക് നമ്മുടെ കൂടെയുള്ള അവയ്ക്ക് മുടി വെട്ടണമെന്ന്. ഓക്കെ, ഏതായാലും നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. സമയം 11 മണിയായി. നല്ല മഴക്കോളും ഉണ്ട്. അപ്പോൾ ഫോണിൻ്റെയൊക്കെ ബാറ്ററി ഓൾമോസ്റ്റ് ഡിസ്ചാർജായി. പവർ ബാങ്ക് ഒന്നും എടുത്തില്ലായിരുന്നു, എല്ലാ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോയിട്ട് ഇനി ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറക്കണം നടക്കില്ല. ഇന്നത്തെ ദിവസം ഇനി കാഴ്ച കണ്ടിട്ടിരിക്കേണ്ടി വരും. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിലൊന്ന് വട്ടം കറങ്ങാം. കണ്ടോ, ഇതിലെ ആൾക്കാർ ഇങ്ങനെ ബോട്ടിങ് ചെയ്യാം. 1 മണിക്കൂറിന് 500-600 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ബോട്ടിങ് ചെയ്യാം. യന്ത്ര ബോട്ടുകളൊന്നുമില്ല, എല്ലാം തുഴഞ്ഞു പോകുന്ന ബോട്ടുകളാണ്. ചവിട്ടി പോകുന്ന ബോട്ടുകളുമുണ്ട്, ഇവിടെ ചവിട്ടി പോകുന്ന ബോട്ടുകളുണ്ട്, തുഴഞ്ഞു പോകുന്ന ബോട്ടുകളുമുണ്ട്. ഇവർ തന്നെ വെള്ളം ഇവിടെ നന്നാക്കുവാണോ ഉണ്ടാക്കുവാണോ? പുതിയത് ഉണ്ടാക്കുവാന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, രാവിലെ കണ്ടാണ്. കയറിയായിരുന്നു, അത് കയറി നോക്കാം. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ ഒരു വ്യൂ കാണാം. അങ്ങ് കണ്ടോ, നല്ല മഞ്ഞൾ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ബോട്ടിങ്, ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഈ മീനെ ആരും പിടിക്കാറില്ലെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ഒരു തിരക്കുമില്ലായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോഴും. ഇപ്പോൾ രാവിലെ ഒരു 10:30 ആവുമ്പോഴേക്കും എന്നാ തിരക്കായി നോക്കി. മൊത്തം നല്ല തിരക്കായി. ഇവിടുന്ന് കണ്ടോ, ലേക്ക് നല്ല സൂപ്പർ വ്യൂ ആണ്. നല്ല തണുപ്പാണ്. മഴ പെയ്ത് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ അങ്ങ് കാണുന്നത് മഴ പെയ്തിറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മഞ്ഞ് പോലെ കിടക്കുന്നത്. മഴയാണോ മഞ്ഞാണോ എന്നറിയില്ല. അവഞ്ചർ ഇവിടെ അവഞ്ചർ മാത്രമേ ഉള്ളൂ. അടുത്ത അവഞ്ചർ രാവിലെ ഇവിടെ മൊത്തം നല്ല കാലിയായിരുന്നു. ഇപ്പോൾ ഫുൾ തിരക്കായിട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലേക്കിന് സൈഡിൽ എന്തോരം ഹോട്ടലും ബിൽഡിങ്ങും ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇവിടെ മൊത്തം ഹോട്ടലാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ഹോട്ടലാണ്. ഇവിടെ അത്രയില്ല, എന്നാലും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹോട്ടലും ബിൽഡിങ്സും ഇല്ല കേട്ടോ. നമ്മൾ കയറി എത്തുന്ന സ്ഥലം. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നല്ലോ. രാത്രി നമ്മൾ കണ്ട സ്ട്രീറ്റാണ്. ഇതാണ് സ്ട്രീറ്റ്. എസ്റ്റാബ്ലിഷ്ഡ് 1841. നമുക്ക് ഇതിലെ വെറുതെ പോയി നോക്കാം. ഇന്നലെ ഇതിലെ വന്നായിരുന്നു. ഇത്രേ ഉള്ളൂ. ഹോട്ടലും ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. भैया एक चाय चाहिए. എന്തൊരു തണുപ്പാണോ. ഇടി മുഴങ്ങുന്നു. എന്താണോ, പോലീസൊക്കെ 2-1 വണ്ടി ആടിയിട്ടുണ്ടല്ലോ. ആക്ച്വലി 2 ദിവസമായിട്ട് ഈ നൈനിതാളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്തോ റേപ്പ് കേസ് ചെയ്ത പൊളിറ്റീഷ്യൻ ഇൻവോൾവ് ആയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടെ കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടെ. അതുകൊണ്ട് 3-4 ദിവസത്തേക്ക്, കഴിഞ്ഞ 3-4 ദിവസം ഇവിടെ ഇത് കർഫ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടെ. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഏപ്രിൽ 30 2025 ന്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നൈനിതാളിലെ റേപ്പ് കേസിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കർഫ്യൂ ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് റൂം വില കുറച്ച് കിട്ടിയത്. ആ പ്രശ്നമൊക്കെ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു നൈനിതാലിലെ സിറ്റുവേഷൻ മോശമാണെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു റൂം വരാൻ നേരത്ത്. ഏതായാലും ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടൊന്നും പോകാനില്ല കേട്ടോ. ഇവിടെ നിന്നുള്ള 3-4 വ്യൂ പോയിന്റിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മഴ പെയ്യുമ്പോൾ നേരെ റൂമിൽ പോവാം. മഴ തൂളാൻ തുടങ്ങി. ഇപ്പം ഹോട്ടലിലേക്ക് ഓടുവാണെങ്കിൽ മിടുക്കായിട്ടിരിക്കും. താഴെ വലിയൊരു കുന്നാണ്. നന്നായിട്ട് മഴ പെയ്യുന്ന വെളുത്ത് കാർമേഘം പോലെ കാണുന്നത്. അതായത് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഉച്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇറങ്ങാം. ഭായി അയാൾ ആടിനെ പിടിച്ച് മിണ്ടാപ്രാൻ പിടിച്ച് വെറുതെ അടിച്ചു. നമ്മൾ വന്ന് കയറി അപ്പോൾ അതേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഓൺലൈനിൽ ശരി ഓഫ്ലൈനിലും ശരി നമ്മൾ ചെക്ക് ഇൻ ചെക്ക് ടൈം ഉണ്ടല്ലോ. രാത്രി 12 മണിക്ക് നമ്മൾ എടുത്താലും രാവിലെ 10 മണിയാണ് ചെക്ക് ടൈം. അപ്പോൾ നമ്മൾ സാധാരണ ചിലയിടത്തൊക്കെ നമ്മൾ വൈകുന്നേരം 4 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണി വരെയാണ് നമുക്ക് ടൈമുള്ളത്, 24 മണിക്കൂർ. നമ്മൾ ഇന്നലെ രാത്രി ഒരു റൂം എടുത്താണ്. പക്ഷേ ഇന്ന് രാവിലെ 10 മണിയാകത്തേക്കും ഒരു ദിവസത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ രാവിലെ 10 മണിയാകത്തേക്ക് നമുക്ക് 2 ദിവസത്തെ സ്റ്റേ ആവും. അപ്പം ഈ നൈനിതാളിൽ വരുന്നവർ ആ ഒരു ടൈമിങ്ങിന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചെക്ക് ടൈമിങ് എല്ലാ ഹോട്ടലിലും 10 മണിയാണ് കേട്ടോ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തണുപ്പുമായി, വെള്ളമൊക്കെ ചാടുന്നുണ്ട്. നല്ല ഐസ് മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല. ജസ്റ്റ് ഇനി പോയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ല. രാവിലെ നമ്മൾ അങ്ങ് മുകളിൽ നിന്നൊരു ആലു പൊറോട്ട കഴിച്ചായിരുന്നു. അതല്ലാതെ നമ്മൾ വേറൊന്നും കഴിച്ചില്ല. എന്നാൽ പിന്നെ ഇവിടെ ലേക്കിനോടെ പോയിട്ട് വല്ലതും കഴിക്കാം. നല്ല തണുപ്പാണ്. എൻ്റെ ഫോൺ എടുത്തില്ല, തൊപ്പി എടുത്ത് വെച്ചു. കാരണം തണുത്ത കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഈ കാറ്റിന് തൊപ്പി വെച്ചില്ലെങ്കിൽ മിക്കവാറും ജലദോഷം പിടിച്ച് കിടക്കും. വേണ്ട, താഴെക്കൂടെ പോകുന്ന എല്ലാവരും തൊപ്പിയും വെച്ചാണ് നടപ്പ്. ഇപ്പം പിന്നെ പുറത്തുനിന്ന് വന്ന് നമ്മൾ തൊപ്പി വെച്ചില്ലെങ്കിൽ എപ്പം പനി പിടിച്ച് ചോദിച്ചാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോയിട്ട് ഭക്ഷണമെല്ലാം കഴിക്കാവേ. ഇതുണ്ടോ ഈ ബിൽഡിങ്ങിലൊക്കെ ഓണർ താമസിക്കുന്നു. തൊട്ട് മുകളിൽ ഹോം സ്റ്റേ. പക്ഷേ ഒരു റൂമിന് 1500 കുറവുള്ള ഒറ്റ റൂം ഉണ്ടാവില്ല. ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു മെയിൻ ബിസിനസ് ഹോം സ്റ്റേ, ടൂറിസം ആണല്ലോ. ഇതുണ്ടോ ഓരോ ബിൽഡിങ്ങളൊക്കെ. താഴെ പണ്ടത്തെ ഒരു ബിൽഡിങ്ങാണ്, പഴയ ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിന് മുകളിൽ 1, 2, 3, 4, 5 നില ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ബിൽഡിങ് താഴെ തന്നെ കാണുമ്പോൾ പൊട്ടിപ്പോയി താഴെ വീഴാറായാലൊരു നിലയാണ്. അതിൻ്റെ മുകളിലേക്കാണ് 5, 6 നില ബിൽഡിങ്. एक बार कल का गाड़ी पूछेगा. വന്നതല്ലേ, നമ്മൾ നാളത്തേക്ക് ഹരിദ്വാറിനുള്ള വണ്ടി ഒന്ന് നോക്കിയിട്ട് പോവാം. എവിടെൻ്റെ എൻക്വയറി. ഓക്കെ, ഇവിടുന്ന് ഹരിദ്വാറിന് രാവിലെ 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക്, 5 बजे, 6 बजे, 7 बजे സാംകോ. ഇവിടുത്തെ കോഴിയുടെ ഷോപ്പ് ഉണ്ടോ, കോഴി ഷോപ്പ്. കോഴിനെ പിടിച്ചിങ്ങനെ പുറത്ത് അടിക്കടി വെച്ചേക്കുവാണ് അലമാരയിൽ. അതിനെ അവർ
ഒരെണ്ണത് കട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കി തരും. പിന്നെയും നമ്മൾ നൈനിലേക്കിനടുത്തെത്തി. ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ് അതിൻ്റെ സൈസ് കണ്ടില്ല, വലിയൊരു ആട്ടുംമുട്ടൻ്റെ സൈസ് ഉണ്ട് കേട്ടോ. ക്യാമിലേക്ക അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പിന്നെയും കയറി വന്നു. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ഇത് ഈ മനു മഹാറാണി റീജൻസി എന്ന് പറഞ്ഞ ഇത് ഹോട്ടൽ കേട്ടോ. ഇങ്ങോട്ട് പോകുന്ന വണ്ടി പാർക്കിംഗ് ഉണ്ടോ, ചെറിയ വഴി പോലെ ആക്കിയിട്ട് പുറകോട്ട് വണ്ടി കയറ്റി വണ്ടി ഇട്ട് പാർക്ക് ചെയ്തിട്ട്. രാജ്ഭവൻ ഇവിടുന്ന് 1 കിലോമീറ്റർ, DM ഓഫീസ് 1 കിലോമീറ്റർ, താണ്ടി റോഡ് 0. ഇത് ലേക്കിൻ്റെ ഒരു സൈഡ് കേട്ടോ. ഈ സൈഡിൽ വലിയ റോഡ്, അത്യാവശ്യം വണ്ടി പോകുന്ന വഴിയുണ്ട്, നടക്കാൻ പറ്റുന്ന വഴിയാണ്. പക്ഷേ മഴ പെയ്താണ്ടെന്ന് തോന്നുന്നു, മൊത്തം ചെളിയും വെള്ളമൊക്കെയാണ്. ഇവിടെ ഒരു പ്രത്യേക ഗേറ്റൊക്കെ ഉണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇന്നലെ വിചാരിച്ചാണ് ഇതൊന്ന് റൗണ്ട് ചെയ്യണമെന്ന്, ഈ ലേക്ക് ഒന്ന് റൗണ്ട് ചെയ്യണമെന്ന്. ഇന്നലെ റൗണ്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ലേക്ക് റൗണ്ട് ചെയ്ത് കാണാം. ഈ നൈനിതാൾ ലേക്കിനാണ്ടോ, അവിടെ മാത്രമാണ് ഒരു ഹില്ലൊന്നും ഇല്ലാത്ത, ബാക്കി എല്ലാ കോണറിലും മൊത്തം മലയാണ്. ഈ ഒരു സൈഡിൽ മാത്രം, അവിടെ മാത്രമുണ്ട് മലയൊന്നുമില്ല. വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ആ ഒരു ഒറ്റ ഈ സ്ഥലമുള്ളൂ. നമ്മൾ കയറി വരുന്ന ആ ഇറക്കയറ്റം, അവിടെ മാത്രമാണ് ഒരു സ്ലോപ്പ് പോലെ ഉള്ളത്. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ. നൈനിതാളിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു അമ്പലം. അവിടെ എൻട്രൻസ് ഉണ്ട്, ഇവിടെ എൻട്രൻസ് ഉണ്ട്. വഴിയുടെ 2 സൈഡിലും എൻട്രൻസ് ഉണ്ട്. ചെറിയൊരു അമ്പലം റോഡ് സൈഡിൽ തന്നെ. മുകളിലാണ് വലിയ പാറക്കെട്ടുകളും. ഈ മുകളിലൊക്കെ, ഈ കുത്തനെ കാണുന്ന മുകളിൽ, ഇതിൻ്റെ മുകളിലൊക്കെ അങ്ങ് റിസോർട്ടുകളൊക്കെ ഉള്ള കേട്ടോ. ഇതെന്തോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ വഴി ഉണ്ടായിരുന്നു, വഴി മൊത്തം മണ്ണും ചരളുമാണ്. എന്നിട്ട് ഇത് രണ്ടാമത് പിന്നെയും താഴെ മൊത്തം മണ്ണും ചരലും കിടപ്പുണ്ട് ആ ലേക്കിൽ. ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് രണ്ടാമത് കെട്ടിപ്പോക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എൻ്റെ പണി കിടന്നവരായിരുന്നു. നേരത്തെ ഒരു വഴിയുണ്ട്, വഴിയുടെ മുകളിൽ മൊത്തം ചരലും മണ്ണും കേട്ടോ. ഇതിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ എല്ലാം തല്ലി പറിച്ച് പൊട്ടിച്ചേക്കുമെന്ന് തോന്നുന്നു. LED ഉള്ളിലുണ്ട്, പക്ഷേ ഇവിടെയൊന്നും ഈ മരങ്ങളൊക്കെ ആണ്ടാന്ന് തോന്നുന്നു. ഈ സൈഡുണ്ടോ മൊത്തം മരങ്ങളാണ്ടാന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊന്നും അധികം വരുന്നുമില്ല. ഇങ്ങോട്ട് മൊത്തം വലിയ കുന്നും കാടുക. അതുകൊണ്ട് ഈ സൈഡിലോട്ടൊന്നും അധികം ആരും വരാറില്ല കേട്ടോ. ലേക്കിൻ്റെ മെയിൻ സൈഡ് റോഡ് അതാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെയാണ് എല്ലാവരും വേറെ ഉള്ളത്. നമ്മൾ നടന്ന് ലേക്കിന് ഏകദേശം ഒരു സൈഡിൽ എത്തി കേട്ടോ. നമ്മുടെ മെയിൻ ഒരു സൈഡ് കഴിയാനായി. ഇവിടെ മുതൽ എന്തൊക്കെയോ കടയും അമ്പലവും ഒക്കെ ഉണ്ട്. ഇവിടെ അമ്പലമുണ്ട്, ഇവിടെ എന്തോ ഷോപ്പുണ്ട്. ഇങ്ങോട്ടൊക്കെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. മുകളിലേക്ക് ഭയങ്കര കാടും മലയും, ഇവിടെ ഷോപ്പുകളും. കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതിൽ വണ്ടി പോകുന്ന മുകളിൽ കയറി പോകുന്ന വലിയ മലയും വഴിയൊക്കെ കേട്ടോ. തൊട്ട് താഴെയാണ് മാർക്കറ്റ്. ഇത് ലേക്കിൻ്റെ ഒരു സൈഡ് കേട്ടോ. ഇവിടെ മൊത്തം ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നമ്മൾ ലേക്കിന് മുന്നിൽ കൂടെ കുറേ നടന്നു വരണം, അപ്പോഴാണ് നമുക്ക് ഈ സ്ഥലം എത്തുന്നത്. വെൽക്കം ടു ടിബറ്റൻ മാർക്കറ്റ് നൈനിതാൾ. ഓക്കെ, ഇതാണ് നൈനിതാളിലെ ടിബറ്റൻ മാർക്കറ്റ്. ഈ വലിയ സ്റ്റേഡിയം കഴിഞ്ഞ് നേരെ വന്നു കഴിയുമ്പോഴാണ്
ഈ ടിബറ്റൻ മാർക്കറ്റുള്ളത്. നമ്മളേതായാലും ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് നേരെ നടന്നു പോവാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പാർക്ക് കഴിഞ്ഞിട്ട് നേരെ തലാബ് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നു. നേരെയാണ് നമ്മൾ കയറി വന്ന സ്ഥലം. ഓക്കെ, ഇവിടെ ഒരു ക്യാപിറ്റൽ മാൾ ഉണ്ട്, മൂവി തിയേറ്റർ ഉണ്ടല്ലേ, അടിപൊളി. ഏതാ മൂവി? റെയ്ഡ് 2. ഇവിടെ ഒരു മൂവി തിയേറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ബോട്ടിങ്ങിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മാർക്കറ്റ് കേട്ടോ, അത് മാർക്കറ്റാണ്. പിന്നെയും വട്ടം കറങ്ങി നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തി. ഇത് രാവിലെ നമ്മൾ വന്ന മെയിൻ റോഡ് തന്നെ കേട്ടോ. പക്ഷെ ഇവിടെ വരെ നമ്മൾ എത്തിയില്ലായിരുന്നു. നമ്മൾ ആ പള്ളിയുടെ അവിടെ നമ്മൾ തിരിഞ്ഞു പോയി. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ. ഈ വഴി നേരെയാണ് രാജ്ഭവനിലേക്ക് പോകുന്ന വഴി. 2 കിലോമീറ്റർ കാണിക്കുന്നു. ഇവിടെ ഒരു പള്ളി കണ്ടു കേട്ടോ, ഫസ്റ്റ് സെൻട്രൽ മെത്തോഡിസ്റ്റ് ചർച്ച് നൈനിതാൾ. ഇത് ഈ ലേക്കിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ ഒരു പള്ളിയുള്ളത്, സെൻട്രൽ മെത്തോഡിസ്റ്റ് ചർച്ച്. എന്തൊക്കെ ടൈപ്പ് പള്ളിയല്ലേ ഈ മെത്തോഡിസ്റ്റ് ചർച്ച്? ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ. ഈ ഒരു വഴിയിലുണ്ടോ എല്ലായിടത്തും ഇരിക്കാനുള്ള ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെ മരത്തിന് ചുവട്ടിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇതുപോലെ മരത്തിന് ചുവട്ടിൽ ഇരിക്കാനുള്ള ബെഞ്ചുകൾ അവിടെയുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ രാവിലെ എത്തിയ സ്ഥലത്തെത്തി. സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച് നൈനിതാൾ. ഒന്ന് വട്ടം കറങ്ങി എന്ന് പറയാം. നമ്മൾ ഇതിലേ പോയിട്ട് വട്ടം കറങ്ങി ലേക്ക് ചുറ്റും വട്ടം കറങ്ങി സ്റ്റാർട്ട് ചെയ്തിടത്ത് എത്തിയില്ല. പക്ഷെ നമ്മൾ രാവിലെ ഇവിടെ വരെ വന്നായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോയത്. മുകളിലോട്ട് സ്നോ വ്യൂ കാണാൻ വേണ്ടി കയറിപ്പോയത് ഇവിടെ നിന്നായിരുന്നു. ഈ സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച് നൈനിതാളിൻ്റെ അവിടെ നിന്ന്. ഏതായാലും അവിടെ വരെ എത്തി നമ്മൾ കേട്ടോ. നമ്മളെപ്പം നടക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ 3:30 4:30 കൃത്യം 1 മണിക്കൂർ എടുത്തു ലേക്ക് ഒന്ന് റൗണ്ട് ചെയ്യാൻ. എക്സാക്ട്ലി 1 മണിക്കൂർ എടുത്തു. അങ്ങനെ നമ്മൾ ലേക്ക് മൊത്തം ഒന്ന് റൗണ്ട് ചെയ്തെന്ന് പറയാം. എന്താ തണുത്ത കാറ്റ്! തടാകത്തിൽ വെള്ളം കണ്ടോ വിളകുന്നേ? എല്ലാം ബോട്ടിൽ നിർത്തി കയറിപ്പോയെന്ന് തോന്നുന്നു, കാറ്റ് കാരണം. തണുത്ത കാറ്റേ. അവഞ്ചർ इधर അടുത്ത അവഞ്ചർ. भाई आप लोग टैक्सी है क्या अवेंजर पूरा? ये नैनीताल में कितना अवेंजर है? पूरा टैक्सी है क्या? सब टैक्सी है? ओके, ये पूरा अवेंजर तरह का क्यों रहता है? क्योंकि दूसरा कहीं नहीं है आगे, चढ़ाई पे भी होता है ना, चढ़ाई पे हाँ नहीं है ये, इसलिए अवेंजर है। मैं तो कहा इतना अवेंजर क्यों रहता है? सभी देखा नंबर पे पूरा टैक्सी है। कैसे रहता है रेंट? कैसे रहता है? 700 रुपया फ्यूल आपका रहेगा। 700 रुपया पूरा दिन के लिए गाड़ी दे देगा, पूरा दिन के लिए। ओके, सिक्योरिटी में लाइसेंस चाहिए, आधार कार्ड। ओके, फ्यूल आपका रहेगा 700 रुपया। 600 मिलेगा 700। और कितना बजे से होगा? कितना बजे से? सुबह 10 बजे ले लो, शाम के 6 बजे रिटर्न है। ठीक है, स्कूटी मिल जाएगा। कितना में? स्कूटी
ജേസോമേ. ഇപ്പോഴാണ് അവഞ്ചറിൻ്റെ സ്റ്റോറി മനസ്സിലായത്. ഈ അവഞ്ചറൊക്കെ ഇവിടുത്തെ ടാക്സി കേട്ടോ. ഇത് സ്കൂട്ടി വാടക കിട്ടുമെന്ന് പറഞ്ഞു, അവഞ്ചർ വാടക കിട്ടുമെന്ന് പറഞ്ഞില്ല. 700 രൂപ ഒരു ദിവസത്തേക്ക് അവഞ്ചർ 700 രൂപയ്ക്ക് വാടക കിട്ടും. നമ്പർ ചെയ്യുമ്പോൾ മേടിച്ചിട്ടുണ്ട്, നാളെ ആവശ്യം വന്നാൽ വിളിക്കാം. 700 രൂപ വണ്ടേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ. പിന്നെ ഈ അവഞ്ചറെല്ലാം ഇതായിരുന്നു കേട്ടോ, ടാക്സിയായിരുന്നു. ഞാനിപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. ചായ കുടിക്കാം. ചായ ഈ ചായ. സമയം 5:30 കേട്ടോ. ഇത്രയും ഞാൻ തൊപ്പി വെച്ചേക്കുന്നത് കാറ്റടിച്ചിട്ട് ചെവി കാറ്റടിച്ച് കയറുവാണ്. അതുകൊണ്ട് ഇത്രയും ഞാൻ തൊപ്പി ഇറക്കി വെച്ചത്. സൂര്യൻ അസ്തമിക്കാനായി. നമ്മൾ കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ കാണുന്ന ബൈക്കുകളെല്ലാം ടാക്സി കേട്ടോ. ഒടുക്കത്തെ കാറ്റ് കാരണം ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ഇരുന്ന് കഴിഞ്ഞാൽ തണുത്ത് വിറയ്ക്കുവാണ് കാറ്റ് കാരണം. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. ഒരു ബാഗിന് 30 രൂപ വെച്ച്. അപ്പം നമുക്ക് നാളെ രാവിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബാഗ് അവിടെ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് നാളെയിലൊക്കെ ഇറങ്ങിയിട്ട് നാളെ വൈകുന്നേരം ഈ പുറകിൽ കാണുന്ന ചെറിയ വണ്ടിയാണ് ഹരിദ്വാറിന് പോകുന്നത്. ഡെറാഡൂൺ ഹരിദ്വാർ ഡെറാഡൂൺ ചെറിയ വണ്ടിയാണ്. പക്ഷെ ഇത്തൽ ചെറിയ സീറ്റുമാണ്. ഈ വണ്ടിക്ക് എങ്ങനെയാണാവോ നാളെ രാവിലെ ഇത് വൈകുന്നേരം 6 മണിക്ക് കയറി കഴിഞ്ഞാൽ ഹരിദ്വാർ രാവിലെ 4 മണിക്ക് എത്തും. ഒരു രാത്രി മൊത്തം ഈ വണ്ടി ഇരിക്കണം അല്ലേ. ചെറിയ വണ്ടിയാണ്. എങ്ങനെ പോകാവോ? നൈനിതാൾ ടു ഡെറാഡൂൺ. ഒന്നുമല്ലെങ്കിലും വലിയ ലോങ് ട്രിപ്പ് ഇടുമ്പോൾ വലിയ വണ്ടി വരണ്ടേ. എന്തൊരു വണ്ടിയാടോ, പഴയ ടാറ്റയുടെ വണ്ടി. കുറേ നേരമായിട്ട് മാർക്കറ്റിൽ കൂടെ നടക്കുന്ന കേട്ടോ. തണുത്ത കാറ്റും രക്ഷയില്ലാത്ത കാറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ രാത്രിയിൽ നൈനിതാൾ കാണാൻ. ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. റൂമിൽ ചുമ്മാറിൻ്റെ കാര്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഒന്നും കൂടെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തു. പവർ ബാങ്ക് ഉണ്ട്. പവർ ബാങ്ക് പിടിച്ച് നടക്കുന്നതിനെക്കാട്ടും നല്ലത് ഇച്ചിരി. അത് 1,00,000 mAh. നല്ല ഹെവിയാണ് അത്. 2 കിലോ ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് റൂമ്. അപ്പോൾ പിന്നെ റൂമിൽ പോയിട്ടൊന്നും കൂടെ ഫ്രഷായി ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ ചാർജ് ചെയ്ത് ഒന്നും കൂടെ ഇറങ്ങിയതാണ്. ഇനി നേരെ വല്ലതും കഴിക്കാം. നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് വട്ടം കറങ്ങിയിട്ട് പോവാം. മഴ നല്ല വ്യൂ ഒക്കെയാണ് നേരത്തെ. പക്ഷേ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. മഴ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വല്ലതും കഴിക്കാം നോക്കട്ടെ. അല്ല മൊമ്മോയോ എന്തെങ്കിലും നൈനിതാളിലെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം. അതാണ് പ്ലാൻ. നൈനിതാളിലെ ഫേമസ് ആയിട്ടുള്ള ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് പോട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് റൗണ്ട് അടിച്ച് പിന്നെ റൂമിൽ പോയിട്ട് കിടന്നുറക്കാം. അതോടെ ഇന്നത്തെ ദിവസവും തീരും. ഇതിവിടെ ഈ നൈനിതാൾ മാത്രം കൊണ്ടൊരു സാധനം കേട്ടോ. എന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, പേര് വിട്ടുപോയി. പ്യുവർ വെജാണ്. ഉള്ളിൽ ചൗമീൻ എന്തോ വെച്ചുണ്ടാക്കുന്ന സാധനം കേട്ടോ. ശേഷം ഇത് ഫ്രൈ ചെയ്തെടുത്ത സാധനമാണ്. കൊള്ളാം. എന്തൊരു പേര് പറയായിരുന്നു.
സംഭവം സൂപ്പറാണ്. ഉള്ളി ചുവന്ന് കേട്ടോ. സംഭവം കൊള്ളാം. പക്ഷെ നല്ലൊരു നമുക്കൊരു മൊമ്മൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. ആ ഒരു മൊമ്മോടെ ഒന്നും ടേസ്റ്റ് അത്രയും വരില്ല. കുഴപ്പമില്ല. നമുക്ക് അത്ര ഒരു വയറ് നിറഞ്ഞില്ല. ഇപ്പം കാണിച്ചു നമ്മുടെ ഫേവറേറ്റുള്ള മൊമ്മോ കടിച്ച് അതും കൂടെ കഴിക്കാൻ വെച്ചു കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡിന്നർ മൊമ്മോയും പിന്നെ മുമ്പ് കഴിച്ചു. മൊമ്മോ നമ്മൾ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ. നേപ്പാളിൽ പോയപ്പോൾ കഴിച്ചു, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തുനിന്നും എല്ലായിടത്തും കഴിച്ചു, കഴിഞ്ഞ ദിവസം കഴിച്ചു. പക്ഷേ ഓരോരുത്തരുടെ തന്നെ മൊമ്മോ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് സോയാബീനാണ്, സോയാബീൻ വെജ് മിക്സ്. കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ഡിന്നർ കഴിച്ചു. ഇനി കിടക്കുന്നതിന് മുമ്പ് ഒരു കാതം നടക്കണമെന്നാണല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് മുന്നിൽ കൂടെ ഈ മൊത്തം ഒന്ന് വട്ടം കറങ്ങി നടന്നിട്ട് വരാം. വട്ടം കറങ്ങുന്നില്ല, എന്നാലും ഭൗതി വരെ നടന്നിട്ട് തിരിച്ചു വരാം. നല്ല രസം കേട്ടോ. രാത്രിയിലെ ഈ ഹിൽസിലെ വ്യൂ കാണാൻ. മൊത്തം റെസ്റ്റോറൻറ്റ്, റിസോർട്ടുകൾ, അടിപൊളി കേട്ടോ. നടന്ന് രാവിലെ നമ്മളെത്തിയ സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു കാത്തലിക് ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച്. ചുമ്മാ ചർച്ച് കണ്ടപ്പം ചർച്ചിൻ്റെ മുറ്റത്തോട്ട് കയറി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അതിലുണ്ടോ നോക്കാം. പള്ളി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റ് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ട്. ചർച്ച് ഈസ് ഓപ്പൺ. നമുക്ക് നോക്കാം. ഇത് 1868 ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു പള്ളി കേട്ടോ. 1868 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 150ഓളം വർഷം കഴിഞ്ഞു. അപ്പോൾ പഴക്കമുള്ളൊരു പള്ളിയാണിത്. സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച്, നൈനിതാൾ. ഉള്ളിൽ കയറി നോക്കി. ഉള്ളിൽ ഞാൻ കുറച്ച് നേരം കയറിയിരുന്നു. മൊത്തം തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പള്ളി കേട്ടോ. റൂഫെല്ലാം തടി കൊണ്ട് ഒരു എന്നാ പറയണ്ടേ, നല്ലൊരു ബ്രിട്ടീഷ് യൂറോപ്യൻ സ്റ്റൈൽ ഉണ്ടാക്കിയ പള്ളിയാണ്. നല്ല രസമുണ്ട് കാണാൻ. തൊട്ട് താഴെയാണ് നൈനിതാൾ ലേക്കുള്ളത്. നൈനിതാൾ ലേക്കിന് തൊട്ട് സൈഡിൽ തന്നെയാണ് സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച്. രാവിലെ ഇവിടെ വന്നായിരുന്നു. അന്നേരം കുർബാനയെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് കയറി കേട്ടോ. ഇവിടെ ഇരിക്കാൻ സീറ്റുണ്ട്. ഇവിടെ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ഇവിടെ ചുമ്മാ ഇരിക്കുവാണ്. അവിടെ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് സീറ്റ്, ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമുക്ക് പിന്നെയും നടക്കാം. എന്നിട്ടൊരു ചായയെല്ലാം കുടിച്ചിട്ട് നമുക്ക് റൂമിൽ പോയി കിടന്നുറങ്ങാം. നാളെ ഇനി രാവിലെ എഴുന്നേറ്റ് 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് റൂം ചെക്കൗട്ട് ചെയ്യണം. 10 മണിക്ക്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റൗണ്ട് വന്നിട്ട് നടന്നിട്ട് പിന്നെ വന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ ക്ലോക്ക് റൂമുണ്ട്. ഒരു ബാഗ് വെക്കാൻ 30 രൂപ ഒരു ദിവസത്തേക്ക്. അപ്പം നമുക്ക് 2 ബാഗുണ്ട്. നമ്മുടെ കൂടെയുള്ള സാറ് ചെറിയ പനി, പുള്ളിക്കാരനെ തണുപ്പ് പിടിക്കുന്നില്ല ഉണ്ട്. പുള്ളിക്കാരൻ റൂം റെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബാഗ് അവിടെ വെച്ചിട്ട് നാളെ ഇവിടെ വണ്ടി വാടക കിട്ടും. സ്കൂട്ടി 500 രൂപ, പിന്നെ ബുള്ളറ്റിന് 1000 രൂപ, പിന്നെ എന്നായിരുന്നു ഉള്ളത് അവഞ്ചറാണല്ലോ ഒത്തിരി ഉള്ളത്. അവഞ്ചറിന് 700 രൂപ. അപ്പോൾ നാളെ സ്കൂട്ടിയോ അവഞ്ചറോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട്, അല്ലെങ്കിൽ ബുള്ളറ്റ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഈ നൈനിതാൾ ഏരിയയിൽ ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. കുറച്ച് വാട്ടർഫാൾസ്, 1-2 വാട്ടർഫാളുണ്ട്, പിന്നെ 1-2 അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ വണ്ടി എടുക്കണം. വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഇന്ന് അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. അപ്പോൾ നാളെ നമുക്ക് ഈ അകലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കറങ്ങാം. ആ ഒരു പരിപാടിയാണ്. എന്നിട്ട് നാളെ വൈകുന്നേരം ഇവിടുന്ന് ഒരു ബസ്സുണ്ട്.
5 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, 7 മണിക്കുണ്ട് നേരെ ഹരിദ്വാറിലേക്ക്. അപ്പോൾ നാളെ ആ ബസ്സിന് നമ്മൾ നേരെ ഹരിദ്വാറിന് പോകാനുള്ള പ്ലാനാണ്. രാവിലെ അല്ല, വൈകുന്നേരം 5 മണിക്ക്, അല്ലെങ്കിൽ 6 മണിക്ക്, അല്ലെങ്കിൽ 7 മണിക്ക്. 5 മണിക്ക് ബസ്സിന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്കും ഹരിദ്വാർ, രാവിലെ 3 മണിക്ക് ഹരിദ്വാർ എത്തും. അപ്പം നമുക്കൊരു 7 മണി ബസ്സിന് പിടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഹരിദ്വാർ എത്തും. അപ്പം നാളെ കഴിഞ്ഞ് ഹരിദ്വാറും ഋഷികേശും നാളെ കഴിഞ്ഞ് പിന്നെ നേരെ ഡെറാഡൂൺ പോകാനാണ് പ്ലാന്. അവിടുന്ന് നമുക്ക് ഷിംല, കുളു, മണാലി എല്ലാം കൂടെ ഒരു 10-15 ദിവസത്തേക്കുള്ള ട്രിപ്പാണ്. അപ്പോൾ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊന്നുമില്ല, നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോവാണ്. നടന്നിട്ട് റൂമിലേക്ക് പോകുന്നു, കിടന്ന് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.